ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ്. ഡാനിയൽ ഡിഫോ എഴുതി 1719 പബ്ലിഷ് ചെയ്തിട്ടുള്ള റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് നോവലായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു നോവലാണ്. മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിയലിസത്തിന്റെ കാലത്ത് ഫസ്റ്റ് ഫണ്ടമെന്റൽ നോവൽ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെയധികം വിഖ്യാതപ്പെട്ടിട്ടുള്ള നോവലാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. അപ്പോൾ ഈ ഒരു നോവലിനെ കുറിച്ചുള്ള ഇതിന്റെ ഒരു ഷോർട്ട് സമ്മറി അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പറയുമ്പോൾ ഈ ഒരു നോവൽ എന്നുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ ഇവന്റ്. ഇതൊരു നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നോവൽ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഡാനിയൽ ഡിഫോന്റെ ഒരു ഷോർട്ട് ബയോഗ്രഫിയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളും പിന്നീട് ഈ ഒരു നോവലിന്റെ സമ്മറിയും അത് കഴിഞ്ഞതിന്റെ അനാലിസിസും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഓതർ അല്ലെ ഡാനിയൽ ഡിഫോ 1660 മുതൽ 1731 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഡാനിയൽ ഡിഫോ ഒരുപാട് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓട്ടറാണ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു മെർച്ചന്റ് കൂടിയായിരുന്നു അല്ലെ. ഹി വാസ് എ ബിസിനസ് മാൻ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റുമാണ്, അതേസമയം തന്നെ ഒരു മെർച്ചന്റും ആയിരുന്നു. അദ്ദേഹം തുടക്കകാലത്തൊക്കെ ബിസിനസ്സും മറ്റൊക്കെയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം എഴുത്ത് തുടങ്ങി, എസ്സേസ് ഒക്കെ എഴുതാൻ തുടങ്ങി. ലണ്ടനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലണ്ടനിൽ അദ്ദേഹം ട്രേഡും കമ്പനിയൊക്കെ ആയിട്ട് ഫാദറിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പിന്നീട് റൈറ്റിംഗിലേക്ക് അദ്ദേഹത്തിന് ഒരു പാഷൻ വരികയും അങ്ങനെ റൈറ്റിംഗിലേക്ക് തിരിക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹം ഫിക്ഷൻസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എസ്സേസ് അദ്ദേഹത്തിന്റെ ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അദ്ദേഹം ഒരുപാട് സാറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫാമിലിറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഫാമിലിറ്റ്സ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഗവൺമെന്റിനെതിരെയൊക്കെയുള്ള ഫാമിലിറ്റുകളൊക്കെ എഴുതി പ്രതിഷേധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വളരെ വലിയ ഒരു പേരായിട്ട് നമുക്ക് ഡാനിയൽ ഡിഫോയെ കാണാൻ പറ്റും. മാത്രമല്ല ഇദ്ദേഹം ഒരു സ്റ്റൗഞ്ച് സപ്പോർട്ടർ ആയിരുന്നു, പ്രൊട്ടസ്റ്റന്റ് മൊണാർക്കിയുടെ ഒരു സപ്പോർട്ടർ കൂടിയായിരുന്നു ഡാനിയൽ ഡിഫോ. അപ്പോൾ ഈ ഒരു കാരണത്താൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 1703 ജയിലിലൊക്കെ അകപ്പെടുന്നുണ്ട്. അപ്പോൾ ജയിലിൽ അദ്ദേഹത്തിന് അടക്കുന്ന എന്തിനാണ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരു ഫാമിലിറ്റ് പുറത്തിറക്കി, ഒരു സാറ്ററിക്കൽ ഫാമിലിറ്റ് പുറത്തിറക്കി പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് 1703 അദ്ദേഹത്തിന് ജയിലിലേക്ക് അടക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അദ്ദേഹത്തിന്റെ വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് അദ്ദേഹത്തിന്റെ റോബിൻസൺ ക്രൂസോ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്. ഈ ഒരു വർക്ക് 1719 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അലക്സാണ്ടർ സെൽക്കിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിലർ, അദ്ദേഹം ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന ഈ ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡാനിയൽ ഡിഫോ ഇങ്ങനെ ഒരു ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല മോൾ ഫ്ലാൻഡേഴ്സ് ഇദ്ദേഹത്തിന് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. സ്ത്രീകളെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള മോൾ ഫ്ലാൻഡേഴ്സ് എന്നുള്ള 1722 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. മൂന്നാമത്തെ വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ജേണൽ ഓഫ് പ്ലാഗ് ഇയർ എന്ന് പറഞ്ഞിട്ട് 17ാം നൂറ്റാണ്ടിൽ 1600കളിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ചിട്ടുള്ള പ്ലാഗിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് എ ജേണൽ ഓഫ് പ്ലാഗ് ഇയർ എന്ന് പറഞ്ഞിട്ട് 1222 ഇതും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു നോവലിന്റെ സമ്മറിയിലേക്ക് പോവാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ റോബിൻസൺ ക്രൂസോനെ കുറിച്ചിട്ടുള്ള നോവലാണ് അല്ലെ. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആണ്. അപ്പോൾ റോബിൻസൺ ക്രൂസോ എന്നുള്ള ടൈറ്റിൽ ഉള്ളതുപോലെ തന്നെ ക്രൂസോ ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റോറി പറയുന്നത്. റോബിൻസൺ ക്രൂസോ 1632 യോർക്കിലാണ്, ഇംഗ്ലണ്ടിലെ യോർക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ എന്തായിരുന്നു, അദ്ദേഹത്തിന് ഒരു വളരെ വലിയൊരു പാഷൻ ആയിരുന്നു അല്ലെ. അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നതിനെ കുറിച്ചാണ്, കടലിൽ പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ വിഷൻ എന്തായിരുന്നു, ഫാദറിനെ അദ്ദേഹത്തിന്റെ ഒരു ലോയർ ആക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിന്റെ മറ്റു മക്കളൊക്കെ അദ്ദേഹത്തിന് വിട്ടുപോയപ്പോൾ ഈ ഒരു മകനെ അദ്ദേഹം ലോയർ ആക്കി എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് തന്റെ ഫാദർ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ വീട്ടിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്ഥിതിയുണ്ട്, അവർ ലോയർ ആയിട്ട് മാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ റോബിൻസൺ ക്രൂസോ ആവട്ടെ, അദ്ദേഹത്തിന് താല്പര്യം എന്താ, അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കടലിലേക്ക് അഡ്വഞ്ചേഴ്സിന് വേണ്ടി പോകാനുള്ള അങ്ങനെ ഒരു താല്പര്യത്തിലാണ് ഈ ഒരു ക്രൂസോ ചെറുപ്പത്തിൽ ജീവിക്കുന്നത്. അതിന് മാത്രമല്ല അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 19ാമത്തെ വയസ്സിൽ കുറച്ചൊക്കെ വലുപ്പം വെച്ച് 19ാമത്തെ വയസ്സായപ്പോൾ തന്റെ ഫാദറിന്റെ ഈ ഒരു അഡ്വൈസ് ഒക്കെ നിരാകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് റോബിൻസൺ ക്രൂസോ ആദ്യമായിട്ട് കടലിൽ പോകാൻ തുടങ്ങുകയാണ് അല്ലെ. കടലിലേക്ക് പോകുന്ന ഒരു ഷിപ്പിൽ കയറാൻ വേണ്ടി തന്റെ അഡ്വഞ്ചറും തന്റെ ഫോർച്യൂണൊക്കെ തേടിക്കൊണ്ട് അദ്ദേഹം കടലിലേക്ക് ഇറങ്ങാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സെയിൽ റോബിൻസൺ ക്രൂസോ തന്റെ ലൈഫിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല പലതൊക്കെ മിസ്ഫോർച്യൂൺ ആയിട്ട് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ പലതും അവസാനിക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് വോയേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് അദ്ദേഹം പോകുന്നത് യൂറോപ്പിൽ നിന്ന് ഒരു കപ്പലിൽ കയറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം തന്റെ ആഗ്രഹത്തിന് പുറത്ത് കടലിൽ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനോടൊക്കെ പറഞ്ഞ് കപ്പലിൽ കയറി അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ ഈ യാത്ര എന്താണ്, അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. ഈ യാത്രയിൽ അദ്ദേഹം പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ കപ്പൽ ഷിപ്രക്ക് ആവുകയാണ് അല്ലെ, കപ്പൽ തകർന്ന് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ ബൈ ലാൻഡ് അദ്ദേഹം തിരിച്ചു വരികയാണ്. പക്ഷെ അദ്ദേഹം ലണ്ടനിലെത്തി തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്. അദ്ദേഹം വീണ്ടും എന്താണ്, വീട്ടിൽ പോകാതെ അടുത്ത ഒരു കപ്പലിൽ കയറിക്കൊണ്ട് നെക്സ്റ്റ് ഒരു ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ നിന്നാണ് അദ്ദേഹം കയറുന്നത്. അപ്പൊ ഇതൊരു ട്രേഡ് ഷിപ്പാണ്, ആഫ്രിക്കയിലേക്ക് ട്രേഡിന് വേണ്ടിയിട്ട് പോവാണ് അല്ലെ. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷിപ്പിൽ കയറി അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുകയാണ്. പക്ഷെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്കില്ല, ഒരു ട്രേഡ് ഷിപ്പാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു യാത്രയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഒരു യാത്ര പക്ഷെ ഒരു വളരെ നിരാശജനകമായിട്ട് അവസാനിക്കുകയാണ്. കാരണം എന്താണ്, പൈറേറ്റ്സ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, വഴിയിൽ നിന്ന് പിടിക്കുകയാണ്. പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കടൽ കൊള്ളക്കാരാണ്. അങ്ങനെ കടൽ കൊള്ളക്കാരെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, നോർത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിനെ സ്ലേവ് ആക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഇദ്ദേഹം ഈ ഒരു യാത്രയിൽ ഇദ്ദേഹം പൈറേറ്റ്സിൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ നോർത്ത് ആഫ്രിക്കയുടെ ഏതോ ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, സ്ലേവ്സ് ആക്കിക്കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കാണുന്നത്. ഇതിനുശേഷം അദ്ദേഹം എന്താണ്, ഇദ്ദേഹം പൈറേറ്റ്സിന് പിടിക്കപ്പെട്ടു. അദ്ദേഹം സാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ 2 വർഷത്തോളം അടിമയായി കഴിയാണ്. ഈ സമയത്തിന് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ കിട്ടുന്നുണ്ട്. കൂട്ടുകാരന്റെ പേരാണ് സാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു പിന്നെ ഒരു സ്ലേവ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഫ്രണ്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടി എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ മേക്ക് ചെയ്യാണ്. കാരണം ഒരു ഐലൻഡിലാണ് പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പ്ലാൻ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു പ്ലാനിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഈ ഒരു സാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇസ്മായിലും അതുപോലെ തന്നെ ഗ്സ്യൂറി എന്ന് പറഞ്ഞിട്ടുള്ള റോബിൻസൺ ക്രൂസോയുടെ ഫ്രണ്ടും ഇവർ 3 പേരും ഒരു ഫിഷർ ബോട്ടിൽ കയറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ യാത്ര വഴിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഫിഷർ ബോട്ട് തകർന്ന് ഇവർ കടലിൽ തന്നെ എന്ത് ചെയ്യാണ്, പിന്നെ ലോസ്റ്റ് ആവാണ്. അങ്ങനെ അവിടുന്ന് നീന്തി അവർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഐലൻഡിൽ ചെന്ന് ചേരുന്നുണ്ട്. ഈ ഐലൻഡ് നോക്കുമ്പോൾ അവിടെ ആഫ്രിക്കൻസിന്റെ ഐലൻഡാണ്. അവിടെ അവിടുത്തെ ആളുകൾ, നാറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സ്വീകരിച്ചിരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു പോർച്ചുഗീസ് ഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ റോബിൻസൺ ക്രൂസോയെയും അതുപോലെ തന്നെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സൂറിയെയും രക്ഷപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇസ്മായിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ സൂറിയെയും അതുപോലെ തന്നെ പിന്നെ ക്രൂസോയെയും ഒരു പോർച്ചുഗീസ് ഷിപ്പ് ഒരു ക്യാപ്റ്റൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ ബ്രസീലിലേക്ക് കൊണ്ടുപോയാണ്. അങ്ങനെ ബ്രസീലിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് സൂറിയ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റോബിൻസൺ ക്രൂസോ അല്ലെ ക്യാപ്റ്റന്റെ കൂടെ, പോർച്ചുഗീസ് ഷിപ്പിന്റെ ക്യാപ്റ്റന്റെ കൂടെ ഒക്കെ വിടുന്നുണ്ട്. അങ്ങനെ എന്താണ്, ബ്രസീലിലെത്തിയ റോബിൻസൺ ക്രൂസോ ആവട്ടെ അവിടെ നല്ലൊരു പ്രോസ്പെറസ് പ്ലാന്റേഷൻ ഓണറായിട്ട് മാറുകയാണ്. അവിടെ അദ്ദേഹം പിന്നെ പ്ലാന്റേഷൻ തുടങ്ങുന്നു, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നല്ല ഒരു സക്സസ്ഫുൾ ഒരു ട്രേഡർ ആയിട്ട് അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു പ്ലാന്റേഷൻ തുടങ്ങി ഇങ്ങനെ കുറച്ചൊക്കെ പുഷ്ടിപ്പെട്ട് വന്നപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ബിസിനസ് നല്ല ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് വീണ്ടും ആഫ്രിക്കയിലേക്ക് യാത്രയാണ്. കാരണം ഒരുപാട് സ്ലേവ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ആഫ്രിക്കയിലേക്ക് യാത്രയാണ്. ഈ സമയത്ത് തന്റെ ക്യാപ്റ്റൻ അല്ലെ ഒരു സ്റ്റോമിൽ അവർ അകപ്പെടുന്നുണ്ട്. സ്റ്റോമിൽ അകപ്പെടുമ്പോൾ ക്യാപ്റ്റനൊക്കെ പറയുന്നുണ്ട്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ക്രൂസ് എന്ത് ചെയ്യാണ്, ഞാൻ ഒരുപാട് സ്റ്റോംസ് കണ്ടിട്ടുണ്ട്, നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും മുന്നോട്ട് നയിക്കുകയാണ്. അങ്ങനെ അവസാനം വളരെ വലിയൊരു സ്റ്റോം വരുന്നു. ആ ഒരു സ്റ്റോമിൽ കപ്പൽ മൊത്തത്തിൽ തകർന്നതാണ്, എല്ലാവരും മരണപ്പെട്ടു പോവാണ്. അങ്ങനെ എല്ലാവരും കൊല്ലപ്പെട്ടു പോകുമ്പോൾ അവസാനം ബാക്കിയാവുന്ന റോബിൻസൺ ക്രൂസോ ആണ്. അങ്ങനെ റോബിൻസൺ ക്രൂസോ എന്ത് ചെയ്യുന്നു, ഒരു ഐലൻഡിൽ, ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡിലേക്ക് എന്തായിട്ട് കാണാൻ പറ്റും, വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോവലിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടിലേക്ക് വരുമ്പോഴാണ് സ്ട്രാൻഡിങ് ഓൺ ദ ഐലൻഡ് അല്ലെ, ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടാണ്. ഏകദേശം വെനിൻസുലാന്റെ ഒരു കോസ്റ്റിലായിട്ടാണ് ഈ ഒരു ഐലൻഡ് വരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടെ എന്താണ്, ഒരു ഒറ്റപ്പെട്ട് ഒരു ഐലൻഡിൽ ഇനി താമസിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അവിടെ ഒറ്റപ്പെട്ട ഐലൻഡ് ആകുമ്പോൾ അവിടെ വേറെ ആരുമില്ല, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ല. അപ്പൊ റോബിൻസൺ ക്രൂസോക്ക് തീരുമാനിക്കാണ് ഇനി ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടി വരിക അല്ലെ. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടുത്തെ ഒരു ലൈഫ് അല്ലെ പ്രിപ്പയർ ചെയ്യാൻ, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തകർന്ന ഷിപ്പിന്റെ ഒരു പീസസ് ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നീന്തി പോയിട്ട് എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ എടുത്ത് കൊണ്ടുവരാണ്. അതിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ടൂൾസ് അല്ലെ, ഗണ്ണടക്കമുള്ള കുറച്ച് ടൂൾസും പിന്നെ കുറച്ച് ഫുഡ് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തകർന്ന കപ്പലിന്റെ ബാക്കിയിൽ നിന്ന് അദ്ദേഹം എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ തന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ക്രോസ് ഒക്കെ റോബിൻസൺ ക്രൂസോ ഈ ഒരു ഐലൻഡിൽ സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണ്, അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് സ്ഥാപിക്കുന്നുണ്ട്. അതിൽ ഓരോ ദിവസം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു, 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റോബിൻസൺ ക്രൂസോക്ക് പനി വരുന്നുണ്ട്. പനി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ശക്തമായ പനി വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ബൈബിളിലേക്കൊക്കെ തിരിയുന്നുണ്ട് അല്ലെ. കാരണം പനി ശക്തമായപ്പോൾ മരണത്തൊക്കെ മുന്നിട്ട് കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരുപാട്
റിലീജിയസ് ആയിരുന്നു ആള് അല്ലേ. പിന്നെ ഒരുപാട് പിന്നെ റിലീജിയൻ എന്നൊക്കെ ഒരുപാട് വിട്ടുപോയല്ലോ. അപ്പൊ ഇനി ബൈബിളിലൊക്കെ വായിച്ച് വീണ്ടും പിന്നെ ആ ഒരു റിലീജിയസ് മോട്ടീവ് ഒക്കെ തിരിച്ചെടുക്കുന്നൊക്കെ കാണാൻ പറ്റും. അതേസമയം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കപ്പലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഗ്രെയിൻസ് ഉണ്ടായിരുന്നു, അത് വീണ് പോയിട്ട് അദ്ദേഹത്തിന് ടെന്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടെന്റിന്റെ പുറത്ത് കുറച്ച് ഗ്രെയിൻ വീണ് അങ്ങനെ മഴ പെയ്തപ്പോൾ അതിങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫുഡ് ഐറ്റംസും മറ്റൊക്കെ പിന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു ഫാമിംഗ് ഒക്കെ അങ്ങനെ തുടങ്ങാണ്. അങ്ങനെ പതിയെ എന്ത് ചെയ്യാണ്, ഒരു സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹം എന്താണ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ലണ്ടനിലായിരിക്കുന്ന സമയത്ത് അവിടെ ആളുകളുടെ ഗ്രീഡും ആളുകളുടെ ഈ ഒരു പിന്നെ പിന്നെ അലച്ചയും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് ഇപ്പോൾ എന്താണ് വളരെ പീസ്ഫുൾ ആണ്. അദ്ദേഹത്തിന് ഫുഡ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം ഒരു 10-20 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം ഇപ്പോൾ ഒരു ഓൾറെഡി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പിന്നെ അത്യാവശ്യം പിന്നെ ഫുഡും പിന്നെ ഫാമിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ടെന്റ് ഉണ്ട്, വീടൊക്കെ അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഐലൻഡ് മൊത്തം ഇങ്ങനെ ടൂർ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെ. മൊത്തം എവിടെയൊക്കെ ലൈഫ് സെറ്റിൽമെന്റ് ഉണ്ട് മറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, സേഫ്റ്റി ഒക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്ക് ടൂറൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നു പോകണം. ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞത് പോയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് ഈ ഒരു ഐലൻഡിൽ കുറച്ച് ഫുട് പ്രിന്റ് കാണും. അപ്പൊ ഇത് വളരെ വലിയൊരു ആശ്ചര്യം അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, കുറച്ച് ഫുട് പ്രിന്റ്സ്. അപ്പൊ ഇത് അദ്ദേഹം എന്താണ് ആദ്യം പിന്നെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓടി ടെന്റിലൊക്കെ പോയിട്ട് ഒളിക്കുന്നത് കാണാൻ പറ്റും പേടിച്ചിട്ട്. അപ്പൊ ഇത് പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഈ ഫുട് പ്രിന്റ്സ് ആരതാണ്, മനുഷ്യന്മാരുടെ ഫുട് പ്രിന്റ് ആണല്ലോ അല്ലെ, മൃഗങ്ങളുടെ അല്ല. അപ്പൊ ഇത് കാനിബാൾസിൻ്റെതാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാണ്. കാനിബാൾ എന്ന് പറഞ്ഞാൽ നരഭോജികളാണ് അല്ലെ. അപ്പൊ നരഭോജികൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ദ്വീപിൽ വന്നുപെട്ടിട്ടുണ്ടാവും എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യന്മാരെ പച്ചയോടെ തിന്നുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ്, ഒരുപാട് ഒരു കൂട്ടം കാനിബൽസിനെ കാണുകയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആളുകൾ 2-3 ആളുകൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവരെ പച്ചയോടെ ഭക്ഷിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദിവസം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു പതിവാണ്. അപ്പോൾ റോബിൻസൺ ക്രൂസോ ഒരു ദിവസം കാണുന്നത് എന്താ, കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളെ പിന്നെ ഇങ്ങനെ ഇതേപോലെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു അറ്റാക്ക് നടക്കുകയാണ്. റോബിൻസൺ ക്രൂസോ എന്ത് ചെയ്യാണ്, ഈ ഒരു കാനിബാൾസിനോട് ചെറിയൊരു കോൺഫ്രണ്ടേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അറ്റാക്കിൽ ഒരു ആൾ രക്ഷപ്പെട്ട് എന്ത് ചെയ്യാണ്, ഒരു ആഫ്രിക്കൻ സ്ലേവ് രക്ഷപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, റോബിൻസൺ ക്രൂസോയുടെ അടുത്ത് പിന്നെ സേഫ്റ്റി ആയിട്ട് അദ്ദേഹം എത്തിപ്പെടുകയാണ്. അപ്പോൾ ഇതാരായിരുന്നു, ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലേവ് ആയിരുന്നു. ഈ ഫ്രൈഡേ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് നോവലിൽ കേട്ടോ. ഫ്രൈഡേ ഒരു ആഫ്രിക്കൻ സ്ലേവ് ആണ്. ഈ ആഫ്രിക്കൻ സ്ലേവിനെയാണ് റോബിൻസൺ ക്രൂസോ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാനിബാൽസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ പിന്നീട് ഫ്രൈഡേ അദ്ദേഹത്തിന് കൂട്ടായിക്കൊണ്ട് ഈ ഐലൻഡിൽ താമസം തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഇവർക്ക് ഭാഷ പരസ്പരം അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും പിന്നെ വെസ്റ്റേൺ കസ്റ്റംസിനെ കുറിച്ചൊക്കെ ഫ്രൈഡേ എന്ത് ചെയ്യുന്നത്, ക്രൂസോ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ പിന്നീട് ഈ ഒരു റിലേഷൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ആയിരുന്നു നമുക്ക് നോവലിൽ കാണാൻ പറ്റും. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബോട്ട് വരികയാണ്. ഈ ഒരു ബോട്ടിൽ കാനിബൽസ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ സമയം ഫ്രൈഡേന്റെ അച്ഛനും അതുപോലെ തന്നെ കുറച്ച് അധികം യൂറോപ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഘടന നടക്കുന്നത്. ഈ ഒരു സംഘടനത്തിൽ ഫ്രൈഡേയും ക്രൂസോയും അവരൊക്കെ എന്ത് ചെയ്യാണ്, കാനിബൽസിനെ വധിച്ച് ഇവരൊക്കെ രക്ഷപ്പെടുത്താണ്. ഓക്കെ, അങ്ങനെ പിന്നീട് ഇവരെ ഈ ഒരു ഐലൻഡിൽ കുറച്ച് പേരെ കായതിനു ശേഷം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ വെക്കുകയാണ്. കാരണം ഈ ഒരു ആഫ്രിക്കൻ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അവർ ഐലൻഡ് അടുത്ത് തന്നെയാണ്, അധികം ദൂരമല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ചിന്ത ഉദിക്കുകയാണ്. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് ക്രൂസോ എന്ത് ചെയ്യുന്നത്, അവസാനം ഒരു ഇംഗ്ലണ്ട് ഷിപ്പ് കാണുന്നത്. ഈ ഇംഗ്ലീഷ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപ്റ്റൻ എന്താണ്, അവിടുത്തെ പിന്നെ ആളുകൾ, ഷിപ്പിലുള്ള ആളുകൾ അദ്ദേഹത്തിനെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോ അവിടെ ബന്ദിയാക്കി വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ക്രൂസോ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ കീഴ്പ്പെടുത്തി. അങ്ങനെ ക്രൂസോ പിന്നെ തന്റെ ടീം പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇവരുമായിട്ടുള്ള ഒരു സംഘടനത്തിൽ അവരെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ക്യാപ്റ്റനെ രക്ഷിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട്, ഇതിനൊരു പിന്നെ ഒരു നന്ദി എന്നുള്ള എന്ത് ചെയ്യാണ്, ഈ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ക്രൂസോക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്, താങ്കളെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ക്രൂസോയെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ്, തന്റെ ഷിപ്പിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം, നിയർലി 30 ഇയേഴ്സിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ക്രൂസോ തന്റെ ബാക്ക് ടു സിവിലൈസേഷൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് എന്താണ്, തന്റെ പാരന്റ്സ് ഒക്കെ ഡെത്ത് ആയിട്ടുണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. 2 സിസ്റ്റേഴ്സ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ടോട്ടലി സ്ട്രേഞ്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ ലണ്ടനിലെ തന്റെ ബിസിനസ് ഒക്കെ അദ്ദേഹം കാണുകയാണ് അല്ലെ, തന്റെ ഫാമിലി ബിസിനസ് ഒക്കെ കാണുകയാണ്. വീണ്ടും പിന്നെ ബ്രസീലിൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഒക്കെ അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ കാഷിന്റെ ആ ഒരു വാല്യൂ അതൊക്കെ ഇല്ലാതെ ജീവിച്ച കാലങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ബൈലാൻഡ് ടൂർ നടത്തുന്നുണ്ട്. ഇംഗ്ലണ്ടും സ്പെയിനും ഫ്രാൻസും അതുപോലെ തന്നെ വീണ്ടും ലണ്ടനിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൂർ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നെ മാരേജ് കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും പിന്നെ തന്റെ
പ്ലാന്റേഷനും തൻ്റെ ബിസിനസ്സൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ. ബ്രസീലിലേക്ക് അദ്ദേഹം പിന്നെ ഒരു യാത്ര ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യാണ് അദ്ദേഹം ബാക്ക് ടു ദ ഷിപ്പ് അഗെയിൻ അല്ലെ. ഈ ഒരു ഐലൻഡിലേക്കും താൻ ജീവിച്ചിരുന്ന ആ ഒരു ഐലൻഡിലേക്ക് വീണ്ടും കപ്പലിലേറിട്ട് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്താണ് ഇംഗ്ലീഷ് കോളനി ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഐലൻഡ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു അവസാനത്തെ ഒരു യാത്ര കൂടി പുറപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് നോവൽ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ നോവലിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലെ തീംസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിക്കൊണ്ട് സർവൈവൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് അല്ലേ. സർവൈവലും പിന്നെ റിസോഴ്സ്ഫുൾനെസ്സും. നമുക്കറിയാം ഈ ഒരു ഐലൻഡിൽ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരാൾ അല്ലെ ഇത്രയും വർഷം സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. പിന്നെ റിലീജിയൻ അല്ലെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റിലീജിയൻ, ക്രൂസോ ഫോളോ ചെയ്യുന്ന ഈ ഒരു മതം റിലീജിയൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ബൈബിളൊക്കെ അദ്ദേഹം വായിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ. പിന്നെ കൊളോണിയലിസം, ഇമ്പീരിയലിസം. ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ള ഇതിന്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ യൂറോപ്യൻ കൊളോണിയലിസം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു സാമ്രാജ്യത്വവൽക്കരണം അതെങ്ങനെയാണ്, പിന്നെ ഫ്രൈഡേ പോലുള്ള ആഫ്രിക്കൻ സ്ലേവ്സിനോട് എങ്ങനെയാണ് ക്രൂസോ പെരുമാറുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമായിട്ട് വരുന്നതായിട്ട് കാണാം. പിന്നെ ഐസൊലേഷനും സൊസൈറ്റിയും അല്ലെ. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എനിമലാണ് അല്ലെ, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒറ്റപ്പെട്ട് ഇത്ര കാലം ജീവിക്കുന്നതും ആ ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഫുട് പ്രിന്റ് കണ്ട് ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെ കുറച്ച് ആളുകൾ വരുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളും അതൊക്കെ ഇതിൽ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. പിന്നെ ഐലൻഡ് സിമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിമ്പിൾസ് ഇതിൽ വരുന്നുണ്ട്. ഒന്ന് ഐലൻഡിലെ ആസ് എ ക്യാരക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു ഐലൻഡിലെ കാണാൻ പറ്റും. അദ്ദേഹം താമസിക്കുന്ന ഈ ഒരു ദ്വീപ് ഒരു കഥാപാത്രത്തെ പോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. പിന്നെ ഫുട് പ്രിന്റ് അല്ലെ, ആദ്യമായിട്ട് ഫ്രൈഡേ ഒക്കെ കാണുന്ന സമയത്ത് വരുന്ന അവരുടെ കാനിബാൽസിന്റെ ഒക്കെ ഫുട് പ്രിന്റുകൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് നമുക്ക് ഹ്യൂമൻ കണക്ഷൻസിന്റെ ഒരു സിമ്പിളായിട്ട് കാണാൻ പറ്റും. അതുപോലെ ടൂളിലെ അദ്ദേഹം ഉപയോഗിക്കുന്ന പിന്നെ ഗൺസ് ആവട്ടെ മറ്റു ടൂൾസുകളാവട്ടെ, അപ്പോൾ അതൊക്കെ സെൽഫ് പിന്നെ റിലയൻസിനെ സൂചിപ്പിക്കുന്ന സിമ്പിളുകളാണ്. പിന്നെ ബൈബിൾ, അദ്ദേഹത്തിന്റെ മതം, റിലീജിയൻ, പിന്നെ മൈൻഡ്ഫുൾനെസ്, പീസ്, ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന സിമ്പിളുകളായിട്ട് നമുക്ക് ബൈബിൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലുള്ള തീമുകൾ. ഇനി നമുക്ക് ഇതിന്റെ ക്രിറ്റിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോവൽ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെ മോഡേൺ ക്രിറ്റിക്സ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. അതുപോലെ തന്നെ കൊളോണിയലിസ്റ്റ് ടോണുകൾ കൃത്യമായിട്ടും നോവൽ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എഴുതി ഒരുപാട് 100-200 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മോഡേൺ ക്രിറ്റിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിലുള്ള ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ സ്ലേവിന്റെ ഒക്കെ ഒരു ഡെപ്പിക്ഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്, മാത്രമല്ല സ്ലേവറിയെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിബേറ്റുകൾ ഈ ഒരു നോവലിന്റെ മേൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.